ഉലമാഉ വറസത്തുൽ അംബിയാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അൽ അഗ്നിയാഉ വറസത്തുൽ അംബിയാ എന്നല്ല നബി പറഞ്ഞത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്നല്ല. അൽ കുബറാഉ വറസത്തുൽ അംബിയാ എന്നല്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാക്കളാണ് അംബിയാക്കന്മാരുടെ ദൗത്യം നടത്തേണ്ട ബാധ്യതയുള്ള ആളുകൾ. ഇവിടെ ഉലമാക്കളാണ്. അപ്പം പണ്ഡിതന്മാരുടെ വില, ഇൽമിൻ്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ നടത്തുന്ന വലിയ വലിയ മുതലാളിമാരും വലിയ പ്രഭുക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ വറസത്തുൽ അംബിയാ എന്നല്ലല്ലോ പറഞ്ഞത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കളാണ് അംബിയാക്കന്മാരുടെ അവകാശികൾ. അംബിയാക്കന്മാർ ഇവിടെ നടത്തിയ ദൗത്യം നടത്തേണ്ടത് ഇവിടെയുള്ള ഉലമാക്കളാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തി. അതിന് അംബിയാക്കന്മാർക്ക് യഥേഷ്ടം മുഅ്ജിസത്തുകളൊക്കെ നടത്താൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഉലമാക്കന്മാർക്ക് കഴിയില്ല. അപ്പോൾ അവർക്ക് സഹായം വേണം. അംബിയാക്കന്മാരെ പോലെ അങ്ങനെ പ്രബോധനം ചെയ്യാൻ ഉലമാക്കന്മാർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർക്ക് സഹായത്തിന് വേണ്ടി സിനിഫാനി മിൻ ഉമ്മത്തി ഇദാ സലുഹ സലുഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. രണ്ട് വിഭാഗം ആളുകൾ എൻ്റെ സമുദായത്തിൽ. അവർ നന്നായാൽ സമുദായം മുഴുവനും നന്നായി, അവർ ചീത്തയായാൽ സമുദായം മുഴുവനും ചീത്തയായി. അത് ഉലമാഉം ഉമറാവുമാണ്. അവരെ ആ ഉലമാവിനെ സഹായിക്കേണ്ട ബാധ്യത ഉമറാക്കൾക്കുണ്ട്. അങ്ങനെ ഉമറാക്കളെയും കൂടിയും ആ ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഈ രണ്ട് വിഭാഗമാണ് ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിർത്തേണ്ട ബാധ്യത. ആ ബാധ്യത ഉലമാഇനും ഉമറാഇനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് ഈ സമുദായത്തിലുള്ള സ്ഥാനം എത്രയാണ് എന്ന് മറ്റൊരു ഹദീസിൽ കൂടി നബി പഠിപ്പിക്കുന്നു. അലാ ഇന്ന ഫിൽ ജസദി മളഗ. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത്ത് സലുഹൽ ജസദു കുല്ലു. അത് നന്നായാൽ മനുഷ്യ ശരീരം മുഴുവനും നന്നായി. ഒയ്താ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു. അത് ഫസാദായാൽ കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്. അറിയുക, അത് കൽബാകുന്നു. ഈ രണ്ട് ഹദീസുകൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഉലമാ ഉമറാ എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണം, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അത് കൽബാകുന്നു എന്ന് വരെ ഹദീസ്. മറ്റൊന്ന്, എൻ്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകൾ. അവർ നന്നായാൽ സമുദായം മുഴുവനും നന്നായി, അവർ ചീത്തയായാൽ സമുദായം മുഴുവനും ചീത്തയായി. അത് ഉലമാ ഉമറാ ആണ്. ഒരേ ശൈലിയിലാണ് രണ്ട് ഹദീസിലും പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ നാട്ടിൻ്റെയും കരളിൻ്റെ കഷ്ണമായി കിടക്കുന്നത് അവിടെയുള്ള ഉലമാ ഉമറാ ആണ്. ഉലമാ അവിടെ പ്രവർത്തിക്കണം. അതിനെ അവരെ സഹായിക്കേണ്ട ബാധ്യത ഉമറാവിനുമുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഇവിടെ ആ ദൗത്യം നിർവഹിച്ചത് സഹാബത്തിന് ശേഷം താബിഈകളുടെ ശേഷം അവരുടെ പിൻഗാമികൾ, താബിഈകൾ, അങ്ങനെ അത് തുടർന്നു പോന്നു. ഓരോ കാലത്തും ആവശ്യമായ പ്രവർത്തനങ്ങൾ അവരവർ ചെയ്തു പോന്നു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് സഹാബത്ത് മനഃപ്പാഠമാക്കി വെച്ചതും മറ്റ് ചില തോലിൻ കഷ്ണങ്ങളിലും എല്ലിൻ കഷ്ണങ്ങളിലും മറ്റുമൊക്കെ എഴുതി വെച്ച, ഓട്ടിൻ കഷ്ണങ്ങളിലൊക്കെ എഴുതി വെച്ച് സൂക്ഷിച്ചതുമാണ്. അതാണ് ഖുർആന്റെ സ്ഥിതി ഉണ്ടായിരുന്നത്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ടുപിരിയുന്നത്. ഒരു തൗറാത്ത് ഇഞ്ചീൽ പോലെ തൂർ പർവ്വതത്തിലേക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇഞ്ചീലിൻ്റെ കെട്ടുകൾ, ഇറക്കപ്പെട്ട ഇഞ്ചീലിൻ്റെ കെട്ടുകൾ, ഇതൊന്നും ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ അവതരിക്കപ്പെട്ടിട്ടില്ല. സാന്ദർഭികമായി ഓരോ സംഭവത്തിനനുസരിച്ച് കൊണ്ട് 23 വർഷക്കാലം ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ വന്നുകൊണ്ട് ഓതിക്കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ സഹാബത്ത് മനഃപ്പാഠമാക്കി വെക്കുന്നു, സഹാബത്തിന് നബി പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ക്രോഡീകരിച്ചിട്ടില്ല, പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അപ്പോൾ ആ കാലത്ത് പരിശുദ്ധ ഖുർആൻ ആദ്യമായി സംരക്ഷിക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആ ക്രോഡീകരണം തുടങ്ങുകയും
ബഹുമാനപ്പെട്ട മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പൂർണ്ണമാവുകയും ചെയ്തു. അങ്ങനെയാണ് പരിശുദ്ധ മുസ്ഹഫ് അന്നാണ് ക്രോഡീകരിക്കപ്പെടുന്നത്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ്. അതിനുശേഷം അതിൻ്റെ കോപ്പികൾ എടുത്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിലേക്കെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് 2 ചട്ടക്കുള്ളിലുള്ള മുസ്ഹഫ് അത് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മുസ്ഹഫ് 2 ചട്ടക്കുള്ള മുസ്ഹഫ് ഇത് പരിശുദ്ധ ഖുർആനാണ് എന്ന് പറയണമെങ്കിൽ ആദ്യമായി സഹാബത്തിനെ അംഗീകരിക്കണം. സഹാബത്ത് പറയുന്നത് ദീനിയായ വിഷയത്തിൽ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് വിശ്വസിക്കണം, കളവ് പറയുകയില്ല എന്ന് വിശ്വസിക്കണം. അല്ലാതെ എങ്ങനെ ഈ 2 ചട്ടൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബിക്ക് നൽകിയ പരിശുദ്ധ ഖുർആനാണ് എന്ന് പറയാൻ എന്താണ് തെളിവ്? സഹാബത്തിനെ അംഗീകരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം നടന്നിട്ടില്ല, സഹാബത്തിന്റെ മനസ്സിലാണ് കുറെ ഭാഗങ്ങൾ. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു. അത് വിശ്വസിക്കണമെങ്കിൽ, ഖുർആനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ആദ്യം സഹാബത്ത് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കണം. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അത് അംഗീകരിക്കുകയും അതിൻ്റെ പുറത്ത് സഹാബത്തിനെയും അംഗീകരിക്കണം. അപ്പോഴേ സുന്നത്ത് ജമാഅത്താകുന്നുള്ളൂ. അങ്ങനെ അവരുടെ കടമകൾ അവർ നിർവഹിച്ച് ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങനെ സഹാബത്തിന്റെ കാലത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും മുഴുവനും എഴുതി രേഖപ്പെടുത്തി, അംഗീകാരങ്ങളും എല്ലാം രേഖപ്പെടുത്തി. അതാണ് ഹദീസ് എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. അത് പിൻതലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരേതാണ്. അതവർ ചെയ്തു. അതിൻ്റെ ശേഷം ആ ഹദീസുകളും ഖുർആനും എടുത്തുകൊണ്ട് അതിൽ നിന്ന് ഫിഖ്ഹിയായ കർമ്മശാസ്ത്ര നിയമങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള മുജ്തഹിദുകളായ ശാഫി, ഹനഫി, ഹംബലി, മാലിക് തുടങ്ങിയുള്ള ഇമാമുകൾ അത് രേഖപ്പെടുത്തി അതിൽ നിന്ന് മസലകൾ പിടിച്ചെടുത്ത് മനസ്സിലാക്കി. പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് അത് നിർത്തി നോക്കിയാൽ നിസ്കാരത്തിൻ്റെ ഫർള് 14 എന്ന് നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ പറയും. അത് ഖുർആൻ എടുത്ത് നോക്കിയാൽ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫി, ഹനഫി, ഹംബലി, മാലിക് തുടങ്ങിയുള്ള ഇമാമുകൾ അത് രേഖപ്പെടുത്തി. അത് അവരുടെ തൊഴിലാണ്, അത് അവർ ചെയ്തു. അങ്ങനെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളുണ്ടായി, ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടായി. പരിശുദ്ധ ഖുർആന്റെ പുറമെ ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചു. അതെല്ലാം പിൻതലമുറക്ക് പരിശുദ്ധ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതകൾ അവർ നിറവേറ്റി പോന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അന്നുള്ള ഉലമാക്കളാണ് ആ ദൗത്യം നിർവഹിക്കുന്നത്, പണ്ഡിതന്മാരാണ് ആ ദൗത്യം നിർവഹിക്കുന്നത്. ആ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം കേരളത്തിലും വന്നു. അറബ് രാജ്യങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായി കേരളത്തിൽ വന്നു. ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ നടത്തി. പല ഭാഗങ്ങളിലും പള്ളികൾ നിർമ്മിച്ചു. അവിടെയൊക്കെ വെച്ച് അത് ആ പള്ളികൾ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കുടുംബങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങുന്നത് പള്ളികളെ ആധാരമാക്കിക്കൊണ്ടാണ്. ഒരു പള്ളിയോടനുബന്ധിച്ചുള്ള ആ സ്ഥലങ്ങൾ, കുറേ സ്ഥലങ്ങൾ കൂട്ടിയിട്ട് അതിനൊരു മഹല്ല് എന്ന് പേര് വെച്ചു. അങ്ങനെ ആ മഹല്ലുകളുടെ ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. അവിടെ ആദ്യമായി ഇസ്ലാമിലേക്ക് വരുന്നവരും ചെറിയ കുട്ടികളുമൊക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടി മുല്ലാക്കന്മാർ അവരുടെ വീടിനോട് ചേർന്നുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഓത്തുപള്ളികളിൽ വെച്ചും, അതുപോലെ പിന്നീട് ഇവിടെ ബ്രിട്ടീഷ് ഭരണം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അവരുടെ കീഴിലുള്ള നടന്നിരുന്ന സ്കൂളുകളിൽ വെച്ചും ഇവിടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഠനം നടന്നു. അത് ഉയർന്ന പഠനത്തിന് വേണ്ടി പള്ളികൾ ഉപയോഗിച്ചു. അതുപോലെ മറ്റ് ദീനീ ദഅവത്തിന് വേണ്ടി പള്ളികൾ ഉപയോഗിച്ചു. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തുടങ്ങി. അത് ഓരോ കാലത്തിനനുസരിച്ച് വ്യാപിച്ചു കൊണ്ടിരുന്നു. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾക്ക് ശറഹുകൾ, അതിന് ഹാസ്യകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പരിഭാഷകൾ, അങ്ങനെ ഏത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഏത് വിഷയത്തെക്കുറിച്ച് അറിയണോ അതെല്ലാം നമുക്ക് അറിയുന്ന ഭാഷയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ കാലത്തുമുള്ള കാര്യങ്ങൾ ഉലമാവും ഉമറാവും ചേർന്നുകൊണ്ട് അവരുടെ ദൗത്യം നിർവഹിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നാടുകളിൽ തല ഉയർത്തി നിൽക്കുന്ന 10,000-11,000-ത്തിലധികം വരുന്ന മദ്രസകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ മാത്രമുണ്ട്. വേറെ പ്രസ്ഥാനങ്ങൾ, വേറെ സംഘടനകളുടെ കീഴിലും മറ്റുമൊക്കെയായി വേറെയും നടക്കുന്നുണ്ട്.
എത്രയോ അറബി കോളേജുകളുണ്ട്, എത്രയോ പള്ളികളുണ്ട്, ജുമഅത്ത് പള്ളികളും നിസ്കാര പള്ളികളും. ഇതെല്ലാം ലോകത്ത് തന്നെ ഒരു മാതൃകയാണ് കേരളം. മറ്റുള്ള ഇതര സ്റ്റേറ്റുകളിൽ പോയാൽ ഇത്ര വിപുലമായ രീതിയിൽ ഇത്ര ചിട്ടയോടുകൂടെ നടക്കുന്ന ഒരു ദീനീ പ്രവർത്തനം അവിടെ കാണാൻ കഴിയുകയില്ല. ഇത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ അതിന് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ഇവിടെ ദീനീ പ്രബോധനം തുടങ്ങുന്നത്, മദ്രസകൾക്ക് തുടക്കം കുറിക്കുന്നത് 1950-കൾക്ക് ശേഷമാണ്. അതുവരെ ഇവിടെ ഊത്തുപള്ളികളും പള്ളി ദർസുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മദ്രസ എന്ന രൂപത്തിൽ അതിനെ വിപുലീകരിച്ച നിലക്ക് വരുന്നത് 50-കൾക്ക് ശേഷമാണ്. ഈ കാര്യം ഇവിടെ നടത്താൻ ഇതിനെ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വരുന്നത് 1926-ലാണ് സമസ്ത രൂപീകരിക്കുന്നത്. 1922 കാലത്ത് ഇവിടെ വഹാബിയത്ത് പ്രചരിക്കുകയും ആ വഹാബിയത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ ഒത്തുകൂടി അവർ 925 മുഷാവറ നടത്തി 926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘടിച്ചുകൊണ്ട് കോഴിക്കോട് സംഘടിച്ച് അവിടെ വെച്ച് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അന്ന് കേരള ജമിയത്തുൽ ഉലമ എന്നാണ് അതിൻ്റെ പേര്. സമസ്ത അപ്പോൾ ഉണ്ടായിരുന്നില്ല. രജിസ്റ്റർ ചെയ്യുന്നത് 934-ലാണ്. ആ 34 രജിസ്റ്റർ ചെയ്യുമ്പോൾ മറുവിഭാഗം മുജാഹിദ് വിഭാഗം, അന്നത്തെ വഹാബിയത്ത് എന്ന് പറയുന്ന ആ വിഭാഗം കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു. അത് നമ്മളറിയില്ല. അപ്പോൾ അതിൽ കൂട്ടിക്കൊടുത്തതാണ്, കൂട്ടിയതാണ് സമസ്ത എന്ന്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ 934 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ സംഘടന, അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ എന്തെങ്കിലും കാര്യലാഭത്തിനോ പണമോഹത്തിനോ സ്ഥാനമോഹത്തിനോ ഒന്നുമല്ല അത് രൂപീകരിച്ചത്. പരിശുദ്ധ ഇസ്ലാമിനെ പുതിയ ആശയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തടഞ്ഞു നിർത്താനും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 1924 അത് രൂപീകരിച്ചു. 34 രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ ഒന്നാമത്തെ ഘടകമായി പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ ബോർഡാണ്. ആ വിദ്യാഭ്യാസ ബോർഡ് മദ്രസ രംഗത്ത് ആ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി അതിൻ്റെ കീഴിലാണ് മദ്രസകൾ നിർമ്മിക്കുന്നത്. അത് 1950-കൾക്ക് ശേഷമാണ്. അതിനുശേഷം പല SYS, KSSF, SBV, മാനേജ്മെൻറ്റ് അസോസിയേഷന് അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 10-15 ഉപഘടകങ്ങൾ ഇന്ന് സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷത്തിലധികം മുഅല്ലിമീങ്ങൾ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 10-12 ലക്ഷത്തിലധികം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യൻ്റെ പുറത്ത്, ഗൾഫ് രാജ്യങ്ങളിൽ വരെ സമസ്തയുടെ മദ്രസകളും മറ്റ് പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മളെല്ലാവരും ഈ ഒത്തുകൂടിയിരിക്കുന്നതെല്ലാം സമസ്തയുടെ അനുയായികളാണ്. സമസ്തയുടെ ആശയാദർശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്.